നേതാവ് മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. വ്യാപകമായ പകർച്ചവ്യാധികളാണ് സംസ്ഥാനത്തുടനീളം. ഇപ്പോൾ ഇടതുപക്ഷ സഹയാത്രികനായിരുന്ന പ്ലാനിംഗ് ബോർഡ് അംഗമായിരുന്ന കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ പബ്ലിക് ഹെൽത്തിന്റെ എക്സ്പേർട്ട് കൂടിയായ ഡോക്ടർ ബി ഇക്ബാൽ എന്താ പറഞ്ഞിരിക്കുന്നത്? അപകടകരമായ നിലയിലേക്ക് കേരളം പോകുന്നു. മറ്റൊരു പബ്ലിക് ഹെൽത്ത് എക്സ്പേർട്ടായ ഡോക്ടർ എസ് ലാൽ എന്താ പറഞ്ഞിരിക്കുന്നത്? അപകടത്തിലേക്കാണ് കേരളം പോകുന്നതെന്ന്. ഞങ്ങൾ പ്രധാനപ്പെട്ട പബ്ലിക് ഹെൽത്ത് എക്സ്പേർട്ടുകളുമായി വിദഗ്ധരുമായി സംസാരിച്ചതിന് ശേഷമാണ് ഗൌരവത്തോടുകൂടി നിയമസഭയിൽ ഈ പകർച്ചവ്യാധികൾ കേരളത്തിൽ വ്യാപകമാകുന്നു എന്ന വിഷയം കൊണ്ടുവന്നത്. കേരളം ഇതുവരെ കേൾക്കുക പോലും ചെയ്യാത്ത പകർച്ചവ്യാധികളാണ് ഉണ്ടാകുന്നത്. മസ്തിഷ്കം കാർന്നു തിന്നുന്ന വൈറസും ബാക്ടീരിയയൊക്കെ ഉണ്ട്. അതുപോലത്തെ അസുഖം എത്ര കുട്ടികൾ മരിച്ചു? ഇപ്പൊ ഏകദേശം 150ഓളം ആളുകൾ പകർച്ചവ്യാധി മൂലം മരിച്ചു. കാരണം വെള്ളം മുഴുവൻ മാലിന്യമയമായി കുടിവെള്ള സ്രോതസ്സിലേക്ക് ഈ മാലിന്യം ഒഴുകിയെത്തുകയാണ്. കേരളത്തിൽ കേട്ടുകേഴ്വിയില്ലാത്ത തരത്തിലുള്ള പകർച്ചവ്യാധികളാണ്. മഞ്ഞപ്പിത്തം, വ്യാപകമായി മഞ്ഞപ്പിത്തം, ഷിഗല്ലോ എന്ന് പറയുന്ന അസുഖം, ജപ്പാൻ ജ്വരം, ധാരാളം അസുഖങ്ങൾ, പകർച്ചവ്യാധികൾ പിടിക്കുകയാണ്. എന്താ സർക്കാരിന്റെ ജോലി? ആരോഗ്യവകുപ്പ് ഇത് ഏതെങ്കിലും ഒരു വകുപ്പ് മാത്രം ചെയ്യേണ്ടതല്ല എന്ന് ഞങ്ങൾ പറഞ്ഞു. ഏകോപനമുണ്ടാകണം വകുപ്പുകൾ തമ്മിൽ. തദ്ദേശ സ്വയംഭരണ വകുപ്പ്, ആരോഗ്യ വകുപ്പ്, അല്ലെ വിവിധ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനം കേരളത്തിൽ ഉണ്ടായില്ല. ഇത് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ ഞങ്ങളെ പരിഹസിച്ചു. ഇപ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ്? അപകടകരമായ രീതിയിലേക്കാണ് കേരളം പോകുന്നത്. ആരോഗ്യരംഗത്ത് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയ ഈ സംസ്ഥാനത്തെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലാണ് ഇതെല്ലാം പോകുന്നത്. ഗവൺമെന്റ് നോക്കുകുത്തിയായിരിക്കുകയാണ്. മെഡിക്കൽ കോളേജിൽ എത്ര ലിഫ്റ്റ് ആള് കുടുങ്ങിക്കിടന്നിട്ട് പോലും അറിഞ്ഞില്ല. ആരാണ് ഇവിടെയൊക്കെ നോക്കുന്നത്? ആരാണ് ഇതിന്റെയൊക്കെ അഡ്മിനിസ്ട്രേഷൻ? എന്ത് മേൽനോട്ടമാണ് ഉള്ളത്? ചെറുവിരൽ ഓപ്പറേറ്റ് ചെയ്യാൻ പോയപ്പോൾ നാക്ക് ഓപ്പറേറ്റ് ചെയ്ത മെഡിക്കൽ കോളേജാണ്. എന്തെല്ലാം സംഭവങ്ങളാണ് ഓരോ ദിവസം റിപ്പോർട്ട് ചെയ്യുന്നത്? മാധ്യമങ്ങളെ കാണുകയായിരുന്നു. സംസ്ഥാനത്തെ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ട്, സംസ്ഥാനത്തിന്റെ പകർച്ചവ്യാധി പ്രതിരോധവുമായി ബന്ധപ്പെട്ടുള്ള ആക്ഷേപങ്ങൾ അദ്ദേഹം ഉന്നയിച്ചത്. ഇന്നലെയും ഈ ആമയിഴഞ്ചാൻ തോട് വിഷയത്തിലൊക്കെയുള്ള അനാസ്ഥകൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നത് കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. ഏതായാലും ഭരണ പ്രതിപക്ഷ പോര് ഇതുമായി ബന്ധപ്പെട്ട് കാര്യമായി തന്നെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ വി വി എന്നുള്ളത് പാറ്റൂരാണ്.